ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ 5ാം ക്ലാസ്സിലെ സയൻസ് കംപ്ലീറ്റ് ആയി, സോഷ്യൽ കംപ്ലീറ്റ് ആയി. 6ാം ക്ലാസ്സിലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതിന്റെ സയൻസും സോഷ്യലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ സയൻസ്, അതേപോലെ തന്നെ എന്താണ് 7ാം ക്ലാസ്സിലെ കുറച്ച് സോഷ്യലിന്റെ ഓൾറെഡി ചാപ്റ്റേഴ്സും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മൺഡേ ഓൺവേർഡ്സ് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ വീണ്ടും ആരംഭിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് പോകാം. മധ്യകാല ഇന്ത്യ. അപ്പൊ നമുക്കറിയാം, നമ്മൾ പുരാതന ഇന്ത്യയെ പുരാതന കാലഘട്ടത്തെ പറ്റി പഠിക്കുന്നുണ്ട്, നമ്മൾ ആധുനിക കാലഘട്ടത്തെ പറ്റിയും പഠിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു ടൈം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഈ പറയുന്ന മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത്. ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായ സമയമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മധ്യകാല ഇന്ത്യയിൽ. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, ഇവിടെ 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ തന്നിരിക്കുന്നത്? ഈ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ചെങ്കോട്ട, അല്ലെ? ചെങ്കോട്ടയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യ ദിനത്തില് നമ്മുടെ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ചെങ്കോട്ടയിലാണ്. ഓക്കെ. ഇനി ഈ തന്നിരിക്കുന്ന എന്താണ്? ഈ തന്നിരിക്കുന്ന സ്ഥലമാണ് ഹംപി. ഹംപി എവിടെയാണ്? കർണാടക ജില്ലയിലാണ്, അല്ലെ? ഹംപി എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യവും ഇതെന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യവുമാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഇന്ത്യയല്ല, പഴയ ഇന്ത്യയിൽ നമുക്ക് ഈ പറയുന്ന കൂട്ടത്തിൽ ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അങ്ങനെ എല്ലാം കൂടിയൊക്കെ ഉൾപ്പെട്ടിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. ആ സമയത്തെ ഈ പറയുന്ന ആ ഒരു നോർത്ത് സൈഡും സൗത്ത് സൈഡും ഭരിച്ചിരുന്നവരുടെ 2 കൂട്ടരുടെയും കാലഘട്ടവും അതിനെ പറ്റിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ചെങ്കോട്ടയെ പറ്റി നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ പഠിക്കാനുണ്ട്. അതെന്താണ്? ചെങ്കോട്ട ആരുടെ കാലഘട്ടത്താണ് നിർമ്മിക്കുന്നത്? ഷാജഹാന്റെ കാലഘട്ടത്താണ് നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനെയാണ് ലാൽ ഖില എന്നറിയപ്പെടുന്നത്. എന്താണ് ലാൽ ഖില? ഖില മീൻസ് എന്താണ്? കോട്ട. ലാൽ മീൻസ് എന്താണ്? ചുവപ്പ്. അപ്പൊ ചെങ്കോട്ട ലാൽ ഖില എന്നറിയപ്പെടുന്നു. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെയാണ് ഹംപി. ഹംപി എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ വിജയനഗര കാലഘട്ടത്തിലാണ്. അതേതാണ്? എവിടെയാണ്? ബെല്ലാരി, കർണാടകയിലെ ബെല്ലാരി ജില്ലയിലാണ്. നമ്മുടെ ചെങ്കോട്ട യമുനാ തീരത്താണ് എങ്കിൽ ഹംപി എന്ന് പറയുന്നത് എവിടെയാണ്? തുംഗഭദ്രാ തീരത്താണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. പിന്നെന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ഇവിടെയും എന്താണ്? നമുക്ക് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ നമ്മൾ ഇടം നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചെങ്കോട്ട എന്ന് പറയുന്നത് ഇൻഡോ പേർഷ്യൻ ആണ്. അവിടുത്തെ ശൈലി എന്ന് പറയുന്ന വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഇൻഡോ പേർഷ്യൻ ആണ്. ഹംപി ആണെങ്കിൽ എന്താണ്? അത് ദ്രാവിഡ ശൈലിയാണ്. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട്. പല ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പറയാണ്. ഒന്ന് ചെങ്കോട്ട, ഒന്ന് ഹംപിയാണെന്ന് നമ്മൾ പറഞ്ഞു. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന 2 രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണിവ. ഇവയിൽ ആദ്യത്തേതാണ് ചെങ്കോട്ട, രണ്ടാമത്തേത് ഹംപി. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ചോദിക്കാറുണ്ട്. എവിടെയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത്? ചെങ്കോട്ടയിലാണ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ കാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. അപ്പൊ ആരുടെ കാലഘട്ടത്താണ്? ഷാജഹാന്റെ കാലഘട്ടത്തിൽ. ചെങ്കോട്ട, ലാൽഖില, യുനെസ്കോ, യമുനാ തീരം, ഇൻഡോ പേർഷ്യൻസ് രീതി എന്ന് പറയുന്നത്. ഇതേ കാലത്ത് സെയിം ടൈമിൽ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്നതാണ് എന്താ? വിജയനഗര സാമ്രാജ്യം. അതിന്റെ തലസ്ഥാനമാണ് എന്ത്? ഹംപി എന്ന് പറയുന്ന. അതിന്റെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. നമ്മൾ ഏത് മൂവിയാണ്? മലയാളത്തിൽ ആനന്ദം മൂവിയിൽ കാണിക്കുന്നുണ്ട്. ഹംപിയുടെ പ്രത്യേകത നല്ല രസമായിട്ട് ഹംപിയുടെ വിഷ്വൽസ് നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ അതേപോലെ നമുക്ക് മറ്റൊന്നും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ചെങ്കോട്ട ഏതിലാണ്? ഏത് രൂപ നോട്ടിലാണ് നമ്മുടെ ചെങ്കോട്ട കാണപ്പെടുന്നത്? 500 രൂപ നോട്ടിൽ കാണപ്പെടുന്ന ഏതാണ്? ചെങ്കോട്ടയാണ്. ഈ പറയുന്ന ഹംപി കാണുന്നത് എവിടെയാണ്? 50 രൂപ നോട്ടിൽ കാണുന്നത് ഹംപിയുമാണ്. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. 500 രൂപയിൽ ചെങ്കോട്ട, ഹംപി ആണെങ്കിൽ അത് 50 രൂപ. ഇനി 200 ആണെങ്കിൽ സാഞ്ചി സ്തൂപമാണ്, 100 ആണെങ്കിൽ റാണി കി വാവാണ്, 10 ആണെങ്കിൽ കൊണാർക്ക് സൂര്യ ടെമ്പിൾ ആണ്, ഇനി 20 ആണെങ്കിൽ എല്ലോറ കേവ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടൊന്ന് പഠിച്ചു വെക്കുക. 500 ചെങ്കോട്ടയും 50 എന്താണ്? ഹംപിയുമാണ്. ഓക്കെ ആണല്ലോ. ഇനി മുഗൾ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാന ആൾക്കാരെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1526 മുതലാണ് മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ലോധി ഡൈനാസ്റ്റി ഇതിന് മുമ്പുണ്ടായിരുന്നത് ലോധി ഡൈനാസ്റ്റിയാണ്. അവരിൽ പരാജയപ്പെട്ട് നമുക്ക് പാനിപ്പത്ത് യുദ്ധമൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. അപ്പൊ നോക്കിക്കേ, 1857 വരെയാണ് ഡൽഹി കേന്ദ്രമാക്കിയാണ് മുഗൾ ഭരണാധികാരികൾ ഭരിച്ചിരുന്നത്. 1857 റിവോൾട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അവിടം വരെ ആരായിരുന്നു? മുഗൾ ഭരണാധികാരിയായിരുന്നു. ആരൊക്കെയാണ്? ആ ഒരു ഓർഡറും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. എങ്ങനെയാണ് നമ്മളത് പഠിക്കുന്നത്? ബാജ് അല്ലെ,
ബാജിസ എന്ന് പഠിച്ചാൽ മതി. ബാബർ, ഹുമയൂൺ, അക്ബർ, അതേപോലെ ആരാണ് ജഹാംഗീർ, പിന്നെ ആരാണ് ഷാജഹാൻ, പിന്നെ ആരാണ് ഔറംഗസേബ്. ബാജിസാബ് എന്താണ് അപ്പോൾ ബാജിസാബ്? ആ ഒരു കോഡ് പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഓർഡറിലാക്കാനൊക്കെ ചോദിക്കാം. ഇവരുടെ കാലഘട്ടം അനുസരിച്ച് കറക്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബാബറുണ്ട്, ബാബറിന് ശേഷം ഹുമയൂൺ വരുന്നു, അതിനുശേഷമാണ് അക്ബർ, പിന്നെ ജഹാംഗീർ, പിന്നെ ഷാജഹാൻ, പിന്നീട് ഔറംഗസേബ്. ഇതാണ് അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാവുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് കളറിൽ തന്നെയല്ലേ കാണിക്കുന്നത്? അത് ചെറിയൊരു സെറ്റിങ്സിൽ മാറി കിടന്നായിരുന്നു, അതാണ് എല്ലാ പിക്ചേഴ്സും ബ്ലാക്കിലായി കിടന്നത്. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. അതേ നോക്കിക്കേ, ഇതാണ് മുഗളരുടേത് എന്ന് പറയുന്നത്. വളരെ വിസ്തൃതമായ ഒരു രാജ്യമായിരുന്നു. ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം അല്ലെ. അയൽ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇത് ഇവിടെ എന്തുണ്ട്? നമ്മുടെ ഒരു ബംഗ്ലാദേശ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് കൂടാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബംഗ്ലാദേശ് ഉണ്ട് അല്ലെ, ഇവിടെ ഒരു നേപ്പാൾ വരുന്നുണ്ട്, പിന്നെ എന്തുണ്ട്, ഇവിടുത്തെ പാകിസ്ഥാനുണ്ട്, ഇവിടെ ഒരു അഫ്ഗാനിസ്ഥാനുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെട്ടതായിരുന്നു നമ്മുടെ പഴയ മുഗൾമാരുടെ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതൊക്കെയാണ് അഫ്ഗാനിസ്ഥാൻ? അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. മുഗളരുടെ കാലഘട്ടത്തില് ഏതൊക്കെ രാജ്യങ്ങളിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം. കണ്ടോ, മുഗൾ ഭരണം വ്യാപിച്ചിരിക്കുന്നത് എവിടെയൊക്കെയായിരുന്നു? അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു, പിന്നെ എന്ത് പറയാം, നമുക്ക് പാകിസ്ഥാനുണ്ട്, പിന്നെ എന്തുണ്ട്, നേപ്പാളുണ്ട്, പിന്നെ എന്താണുള്ളത്, ബംഗ്ലാദേശ്. ഇത്രയും സ്ഥലങ്ങളിലേക്ക് ഈ മുഗൾ ഭരണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ മുഗളന്മാർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്ന രീതിയാണ് നമുക്കിനി പറയാനുള്ളത്. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? മുഗൾ എന്ന പേര് ഉത്ഭവിക്കുന്നത്. മുഗൾ രാജ്യസ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അല്ലെ. നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? ബാജിസ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, അതേതാണ് ഫസ്റ്റ് വരേണ്ടത്? ആരാണ്? ബാബർ അല്ലേ. അപ്പൊ ബാബറിന്റെ കാലഘട്ടത്തില് നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ബാബറാണ് ഈ മുഗൾ ഭരണത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പൊ മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ വരുന്നത്. പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. അപ്പൊ എന്താണ് നമുക്ക് പറയില്ലേ, അച്ഛൻ വീട് അമ്മ വീട് എന്ന് പറയത്തില്ലേ, സെയിം കൺസെപ്റ്റ് ഇവിടെ പറയുന്നത്. ഇതാണ് നമ്മുടെ ബാബർ എന്ന് പറയുന്നത് എന്താണ്? പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂർ. അപ്പൊ ഇവിടെ എന്താണ് തിമൂർ? ഇവിടെ എന്ത് വരും? അതേപോലെ തന്നെ മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ, ഇത് അമ്മ വഴിയുമാണ്, ഇത് അച്ഛൻ വഴിയുള്ള ബന്ധമാണ്. അപ്പൊ ഇക്കൂട്ടരൊക്കെ എന്താണ്? ബാബറിന്റെ മുൻഗാമികളാണ്. അപ്പൊ ബാബർ എന്ന് പറയുന്നത് തിമൂറിന്റെയും ചെങ്കിസ് ഖാന്റെ ഒക്കെ പിൻഗാമിയായിട്ട് നമുക്ക് പറയാം. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പൊ മുഗളന്മാർ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയത് ആരാണ്? യൂറോപ്യൻസ് ആണ്. ലോധി വംശം എന്ന് പറയുമ്പോൾ എന്താണ്? അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധി ലോധി, തുഗ്ലക്ക് ഡൈനാസ്റ്റി ഗിൽജി ഡൈനാസ്റ്റി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ എന്താണ് ലാസ്റ്റ് വരുന്നത്? ഏതാണ്? ലോധിയാണ്. ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധിയെ കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബർ 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടുന്നുണ്ട്. ആരൊക്കെ തമ്മിലാണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 വർഷം. ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്? നമ്മുടെ ഇബ്രാഹിം ലോധിയും അതേപോലെ തന്നെ ബാബറുമാണ്. ഇബ്രാഹിം ലോധി എന്താണ്? ലോധി വംശത്തിന്റെ അവസാന ഭരണാധികാരിയായിരുന്നു. ഈ ബാബർ കാബൂളായിരുന്നു ഭരിച്ചിരുന്നത്. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? യുദ്ധത്തിൽ വരുന്നത്. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. ഇതുണ്ടോ ഈ പറയുന്ന കാബൂൾ എന്ന് പറയുന്നത് കാണാലോ അല്ലെ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ കാബൂൾ എന്ന് പറയുന്ന സ്ഥലം. ഈ ഒരു ചെറിയൊരു സ്ഥലത്തിന്റെ ആയിരുന്നു. അപ്പൊ ഇവിടങ്ങളിലൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു? ഈ ലോധി ഡൈനാസ്റ്റി ആയിരുന്നു. ഇവരങ്ങ് തോപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതങ്ങ് മൊത്തത്തിൽ അങ്ങ് ആരുടെ കീഴിലായിട്ട് മാറി? മുഗളന്മാരുടെ കീഴിലോട്ടായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണ് ബാബർ മൊത്തത്തിൽ ഇതിനെ അങ്ങ് കൈയടക്കുന്നത്. അപ്പൊ ഒന്നാം പാനിപ്പത്ത് യുദ്ധങ്ങൾ ഇനിയും വേറെ കുറെ നമുക്ക് പഠിക്കാനുണ്ട്. 3 യുദ്ധങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധവും ആണ് പഠിക്കാനുള്ളത്. അപ്പൊ അതൊന്ന് വൃത്തിക്ക് പഠിച്ചു വെച്ചോ. ലോധി വംശമാണ്. ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. 1526 ഹരിയാനയിലെ പാനിപ്പത്ത്. അപ്പൊ നമുക്ക് ചോദിക്കാം, മുഗളന്മാർ ഇന്ത്യയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ മുഗളന്മാർ ഇന്ത്യ കീഴടക്കുന്ന വർഷം അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? 1526 ഇനി ജസ്റ്റ് ഒരു കോട്ട് തന്നേക്കുവാണ്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. നമ്മൾ എന്താണ് പഠിച്ചത്? ബാജിസ ബാബർ, ഹുമയൂൺ, അക്ബർ. അപ്പൊ ഇദ്ദേഹത്തെ പറ്റിയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ടിരുന്ന തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു.
ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെ തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയിരുന്ന സുൽത്താൻ ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അതായത് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ജസ്യൂട്ട് പാതിരിയാണ് ആര്? പിയറി ജാറിക് എന്ന് പറയുന്ന ഒരു പാതിരി അദ്ദേഹത്തിന്റെ മരണാനന്തരം എഴുതുന്ന അനുശോചന കുറിപ്പാണ്. ഏത് വർഷമാണ്? 1605 അദ്ദേഹം മരിക്കുമ്പോൾ ആരെഴുതിയതാണ്? ഒരു ജസ്യൂട്ട് പാതിരിയാണ് ആര്? പിയറി ജാറിക്. അദ്ദേഹം എഴുതിയതാണിത്. ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ? എന്താണ്? അതിശക്തനായ ഒരു ചക്രവർത്തിയായിരുന്നു. പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാരണമാണ് മതസഹിഷ്ണുത എന്ന് പറയും. അല്ലാണ്ട് മതസഹിഷ്ണുത, അതായത് നമുക്ക് പറയാം അദ്ദേഹം എന്താണ്, ഒരു മുസ്ലിം ഭരണാധികാരി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തില്ല, ആ ഒരു വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ. പിന്നെ എന്ത് പറയാം നമുക്ക് അല്ലെ? തുല്യനീതി ഉണ്ട് അല്ലെ? തുല്യനീതിയാണ്, തുല്യ പരിഗണന എല്ലാവർക്കും കൊടുത്തിരുന്നു. ഇതെല്ലാം അക്ബറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. നോക്കിക്കേ, മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ അക്ബർ വിവിധ മതസ്ഥരുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ ഇരിക്കുന്നതാണ് നമ്മുടെ അക്ബർ. എന്താണ്, എല്ലാ മതസ്ഥരുമായിട്ട് ചർച്ച ചെയ്യുന്നൊരു ഫോട്ടോയാണ് തന്നിരിക്കുന്നത്. 1575 തന്റെ പുതിയ തലസ്ഥാനം അപ്പൊ ചോദിച്ചിട്ടുണ്ട്, ഏതായിരുന്നു നമ്മുടെ ഈ പറയുന്നതിന്റെ തലസ്ഥാനം? അക്ബറിന്റെ കാലഘട്ടത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഫത്തേപൂർ സിക്രിയാണ്. ഇബാബത്ത് ഖാന പണി കഴിപ്പിച്ചു. അപ്പൊ ഇബാബത്ത് ഖാന എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അതെവിടെയാണ്? ഫത്തേപൂർ സിക്രിയിലാണ്. 1575 പുതിയ തലസ്ഥാനമായിട്ട് ഫത്തേപൂർ സിക്രിയെ പ്രഖ്യാപിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം ഇബാബത്ത് ഖാന പണി കഴിപ്പിക്കുന്നത്. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്ന മതസഹിഷ്ണുതയാണത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. അതായത് ഒരു മതത്തെയും അദ്ദേഹം എന്ത് ചെയ്തിരുന്നില്ല? മാറ്റി നിർത്തിയിരുന്നില്ല. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ദിൻ ഇലാഹി? അക്ബർ രൂപം കൊടുത്തൊരു ദർശനമാണ് ദിൻ ഇലാഹി. അപ്പൊ ചോദിക്കുന്നുണ്ട്, ദിൻ ഇലാഹി എന്ന ദർശനം ആരുടേതാണ്? അക്ബറുടേതാണ്. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, അക്ബർ എല്ലാ മതങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം കൊടുത്ത ദർശനത്തിന്റെ പേരെന്താണ്? ദിൻ ഇലാഹിയാണ്. എല്ലാവർക്കും സമാധാനം, ഇതാണ് അതിന്റെ കാതൽ എന്ന് പറയുന്നത്. അഥവാ സുൽ ഈക്കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാവർക്കും സമാധാനം അഥവാ അതിന് എന്താണ് പറയുന്നത്? സുൽ ഈക്കുൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. അപ്പൊ ജസിയെ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? PYQ ആണ്. ജസി ആരാണ് നിർത്തലാക്കിയത്? നമ്മുടെ മതനികുതി ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതാരാണ് നിർത്തലാക്കിയത്? അക്ബറാണ്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ തോഡർമാൻ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പ്രധാനികളാണ്. അപ്പൊ എന്താണ്, എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു അവിടെ അല്ലെ? രാജ തോഡർമാൻ, മാൻസിംഗ്, ഭഗവൻ ദാസ്, ബീർബൽ ഒക്കെ ആരാണ്? അക്ബറിന്റെ ചക്രവർത്തിയിലെ പ്രധാനികളായിരുന്നു. അപ്പൊ ജസി നിർത്തലാക്കിയത് ആരാണ്? അക്ബറാണ്. അതേപോലെ ഏതാണ് അദ്ദേഹം കൊണ്ടുവന്ന ദർശനം എന്ന് പറയുന്നത്? ദിൻ ഇലാഹി എന്ന ദർശനം. എന്താണ് അതിന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ അതിന്റെ കാതൽ എന്ന് പറയുന്നത്? എല്ലാവർക്കും സമാധാനം അഥവാ സുൽ ഈക്കുൽ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. എന്റെ അനുയായികൾക്ക് മറ്റു വിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽ ഈക്കുൽ, അതായത് എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് പഠിക്കേണ്ടത്? തുസൂക്കി ജഹാംഗീറി. എന്താണ്? ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പാണ് തുസൂക്കി ജഹാംഗീർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മുഗൾ സുൽത്താനായ ജഹാംഗീർ നമ്മൾ എന്ത് പഠിച്ചു? ബാജിസ അല്ലെ? അക്ബറിന് ശേഷം വന്ന ആളാണ് ഈ പറയുന്ന ജഹാംഗീർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അക്ബർ ഇങ്ങനെ പറഞ്ഞതായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്തിലാണ് എഴുതിയിരിക്കുന്നത്? തുസൂക്കി ജഹാംഗീർ. നെക്സ്റ്റ് മുഗൾ സൈന്യത്തെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുണ്ട്. മൻസബ്ദാരി സിസ്റ്റം എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്.
മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇവര് യുദ്ധമൊക്കെ കഴിഞ്ഞു, അങ്ങനെ ഇന്ത്യ ഒരുമാതിരി അല്ലെ ഒരു 90% അവരുടെ കയ്യിലായി. സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു കുഞ്ഞു രാജ്യത്തിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു ഇതിലേക്ക് വരുമ്പോഴേക്കും അവരുടെ എന്താണ് സൈന്യം, നല്ല ശക്തമായ ഒരു സൈന്യം അവർക്ക് ആവശ്യമായിട്ട് വന്നു. ഓക്കെ, അപ്പൊ ആ സമയത്തിന് വേണ്ടിയാണ് അക്ബർ നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ് എന്ത് പറയുന്നത്, മാൻസബ്ദാരി സമ്പ്രദായം. ഓക്കെ, അപ്പൊ ചോദിക്കാം, മാൻസബ്ദാരി സമ്പ്രദായം ആരാണ് നടപ്പിലാക്കിയത്? അക്ബർ ആയിരുന്നു. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടാകും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നിലനിർത്തിയിരുന്ന സൈനികരുടെ എണ്ണത്തിനനുസരിച്ചാണ് മൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കുതിരപ്പടയാളികൾ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പൊ ഓരോ എണ്ണം ഉണ്ടാകും. ഇപ്പൊ എൻ്റെ ഒരു 100 കുതിരപ്പടയാളികളുണ്ട്. എനിക്ക് കീഴിലുള്ള ഇപ്പൊ വേറൊരാളുടെ ആണെങ്കിൽ ഒരു 50 എണ്ണമാണുള്ളത്, വേറൊരാൾക്ക് ഒരു 20 എണ്ണമുണ്ട്. അപ്പൊ ഇതനുസരിച്ചിട്ടായിരിക്കും പദവി നിശ്ചയിക്കുന്നത്. എൻ്റെ എത്ര കുതിരപ്പടയാളികളുണ്ട്? 100 എണ്ണമാണ്. അപ്പൊ ഞാനായിരിക്കും ചിലപ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മളപ്പം മാൻസബുകൾ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും ഇവര്? ഈ സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമായിട്ട് അവർ എന്താ ചെയ്തിരുന്നത്? മൻസബ്ദാരുടെ പദവിക്കനുസരിച്ച് അവർക്ക് ഭൂമി നൽകും. അപ്പൊ എൻ്റെ ഇപ്പൊ എൻ്റെ മൊത്തം ഇപ്പൊ അവരുടെ രാജ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എനിക്ക് 100 കുതിരകളുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്തത്? ഇത്രയും സ്ഥലം അങ്ങ് എനിക്കങ്ങ് പതിച്ചു തന്നു. 50 കുതിരകളേ ഉള്ളൂ. അടുത്ത ആൾക്കാരെ ആകെ പകുതി കൊടുത്തു. ഇത്രയും ഭൂമി എനിക്ക് തന്നപ്പോഴേക്കും ഇവിടെ നിന്ന് കിട്ടുന്ന നികുതി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റെ കുതിരപ്പടയാളികളെ അവരുടെ ചെലവും കാര്യങ്ങളും എല്ലാം എൻ്റെ കീഴിലുള്ള സൈനിക വ്യൂഹത്തെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ എന്താണ്, അക്ബർ പതിച്ചു നൽകിയ ആ ഒരു ഭൂമിയിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? ആ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായി വന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് അദ്ദേഹം എന്ത് കൊണ്ടുവരുന്നത്? മൻസബ്ദാരി സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കാം, മൻസബ്ദാരി സിസ്റ്റം ആരാണ് കൊണ്ടുവന്നത്? മുഗൾ സൈന്യമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അല്ലെ, ഓരോ സ്ഥലങ്ങളിലേക്കും കുതിരപ്പടയാളികളുടെ എണ്ണം അനുസരിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എണ്ണത്തെ നമ്മൾ മാൻസബ് എന്ന് പറയുന്നു. അവരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഈ പറയുന്ന മാൻസബ്ദാർമാരുടെ പദവി, ഹയസ്റ്റ് പൊസിഷൻ, അതിന് കീഴിലുള്ളവർ അങ്ങനെ തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ എണ്ണത്തിനനുസരിച്ച് അവർക്ക് ഭൂമി വീതിച്ചു കൊടുക്കും. ആ ഭൂമിയിൽ നിന്ന് അവർ നികുതി പിരിച്ചെടുത്തിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നു. ഇനി നോക്കിക്കേ, മുഗൾ ഭരണ രീതിയാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്കിപ്പോ അറിയാം അല്ലെ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്ര സർക്കാരായിട്ട് തിരിക്കുന്നുണ്ട്. അതിന് കീഴിൽ എന്തുണ്ട്? സംസ്ഥാന സർക്കാരുകളുണ്ട്. പിന്നെ എന്തുണ്ട്? ജില്ലകളുണ്ട്. അതിനുശേഷം എന്തുണ്ട്? ഗ്രാമങ്ങളുണ്ട്. അങ്ങനെയല്ലേ തിരിച്ചിരിക്കുന്നത്? സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഏറ്റവും താഴേക്കുള്ളവരെ നമ്മൾ എന്ത് പറയും? ഗ്രാമമെന്നും, ജില്ലകൾക്ക് പകരം, ജില്ല എന്നുള്ള കൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്, ആ ഒരു ഓർഡറാണ് പറയുന്നത്. അവിടെ എന്താണ്? പർഗാനകളും, അതിനു മുകളിൽ എന്താണ്? സർക്കാരുണ്ട്. ഏറ്റവും ഉയർന്ന പദവിയാണ് എന്ത്? സുബ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാം, മുഗൾ രാജ്യത്തെ അല്ലെങ്കിൽ മുഗൾ ഭരണ സൗകര്യത്തിനായുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവർ അറിയപ്പെട്ടിരുന്നവരാണെന്ന് സുബ. എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? 4 ആക്കി തിരിക്കുന്നു. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. കേന്ദ്രം, സംസ്ഥാനം, ജില്ലാ, ഗ്രാമം. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. ഇത് തന്നെ നമുക്ക് വിജയനഗരത്തിലേക്ക് വരുമ്പോഴും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ? രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? തദ്ദേശീയ മതപണ്ഡിതരായിരുന്നു. അവരെ അറിയപ്പെടുന്നതാണ് ഗാസിമാർ. തർക്കങ്ങൾ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിക്കും. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർ എന്ത് ചെയ്യാം? ചക്രവർത്തിയോട് നേരിട്ട് പരാതി കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു കോടതിയിലും, നമ്മുടെ ഇപ്പൊ കേസ് നടക്കുന്ന ഹൈക്കോടതിയിലാണെന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ എന്ത് ചെയ്തു? എനിക്കത് തൃപ്തനായില്ല, എൻ്റെ ആ വിധി എനിക്കെതിരെ ആയിരുന്നു. ആ വിധി എന്താണ്? തൃപ്തനായില്ലെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യും? സുപ്രീം കോടതിയിലേക്ക് അല്ലെ കൊടുക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ എന്തുണ്ടായിരുന്നു? ആ സമയത്ത് ഇപ്പറയുന്ന കോടതികളായിരുന്നില്ല ഉണ്ടായിരുന്ന, ഓരോ തദ്ദേശീയമായിട്ട് എന്തുണ്ടാവുന്നു? മതപണ്ഡിതന്മാർ, അവരെയാണ് ഗാസികൾ എന്നറിയപ്പെടുന്നത് അല്ലെ, ഗാസിമാർ. അവരെന്ത് ചെയ്യും? അതൊക്കെ അന്വേഷിച്ച് അവർ തീർപ്പ് കൽപ്പിക്കും. ആ തീർപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്കെതിരാണ്, അല്ലെങ്കിൽ എന്താണ്, അതിൽ അതൃപ്തി ഉണ്ട് എനിക്ക്, ഞാൻ നേരെ ഡയറക്റ്റ് ആരടുത്ത് പോകും? ചക്രവർത്തിയോട് പറയും. ഭരണകാര്യങ്ങൾ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കണ്ടോ, അതേ അവിടെ ചർച്ച നടക്കുന്നതിന്റെ ജസ്റ്റ് ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. അക്ബർ ചക്രവർത്തി ദിവാൻ ഈ ഗാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നു.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സാമൂഹിക സാമ്പത്തിക സ്ഥിതി. അന്നത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്നുള്ളതാണ്. മുഗൾ ഭരണകാലത്ത് സമൂഹത്തെക്കുറിച്ച് അക്കാലത്തുണ്ടായിരുന്ന ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. ഓക്കെ, സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരനും ഏറ്റവും മുകളിൽ രാജാവുമാർ. നമ്മൾ ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് എസ്റ്റേറ്റ് ഒക്കെ പഠിച്ചപ്പോഴും നമ്മൾ പഠിച്ചിരുന്നില്ലേ, ഏറ്റവും താഴെ ആരായിരുന്നു? തേർഡ് എസ്റ്റേറ്റിലെ സാധാരണക്കാർ. അതേപോലെ തന്നെയായിരുന്നു ഇവിടെയും. എന്താണ്? താഴത്തെ എസ്റ്റേറ്റിലെ സാധാരണക്കാരായിരുന്നു അല്ലെ. മറ്റേത് നമ്മുടെ ഭൂമി, ഗ്രാമത്തെയാണ് തിരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഗ്രാമം, അതേപോലെ തന്നെ പർഖാന, സർക്കാർ, സുബ എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാരെ എങ്ങനെയാണ്? ഏറ്റവും താഴെത്തട്ടിൽ ഈ പറയുന്ന കൃഷി ചെയ്ത് ജീവിക്കുന്നവര് ഉണ്ടോ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പേര് കൃഷിയായിരുന്നു. രാജ്യത്തിന്റെ ജനങ്ങളിൽ ഭൂരിഭാഗം കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടതും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ആര്? ടവർണിയർ. അന്നത്തെ സമൂഹ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങൾ, ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെ പറ്റിയുമൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. അപ്പൊ എന്താണ് ഈ പറയുന്ന ആഗ്ര, ഫത്തേപൂർ സിക്രിയൊക്കെ എന്താണ്? ഭയങ്കര ക്രൗഡഡ് ഏരിയ, ഭയങ്കര ഒത്തിരി ആൾക്കാർ തിങ്ങി നിറഞ്ഞ് താമസിച്ച സ്ഥലങ്ങളായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റു വിൽക്കുന്ന അങ്ങാടികൾ കാണാം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായിരുന്നു ആര്? റാൽഫ് ഫീച്ചർ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ആരാണ്? അല്ലെ, ഫ്രഞ്ച് സഞ്ചാരിയാണ് ആര്? ടവർണിയർ. ഇംഗ്ലീഷ് സഞ്ചാരിയാണ് ആര്? റാൽഫ് ഫീച്ചർ. രണ്ട് നഗരങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് മുകളിൽ നൽകിയിരിക്കുന്നത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരിക്കുന്നു എന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. നമ്മൾ ആദിമ മനുഷ്യനെ പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? അവൻ ഒരു സ്ഥലങ്ങൾ അലഞ്ഞു തിരിഞ്ഞിരുന്ന നടന്ന മനുഷ്യൻ ഒരു സ്ഥലങ്ങളിൽ പതിയെ അവൻ സെറ്റിൽ ആവാൻ തുടങ്ങി. അവനോട് കൃഷി ചെയ്യാൻ തുടങ്ങി. അവൻ എന്ത് ചെയ്യുന്നു? ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ഭൂമിയൊക്കെ കുറച്ച് അധികം കളച്ചു മറിച്ച് അവൻ കൃഷി കൂടുതൽ വ്യാപകമാക്കി. അവന്റെ കൂടുതലായിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ അവൻ സംഭരിക്കാൻ തുടങ്ങി. അതിലും കൂടുതലുള്ള സാധനങ്ങൾ അവൻ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. ആ ഒരു നിലയിൽ നിന്നാണ് പറയുന്നത് ഈ 12 മൈൽ ദൂരത്തിൽ എന്താണ് നിറയെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ. ആ ഒരു അത്രയും ഡെവലപ്മെന്റിലേക്ക് വരെ വന്ന കാര്യമാണ് ഈ പറയുന്നത്. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം അവിടെ എന്തായിരുന്നു? കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുങ്ങൾ തുടങ്ങിയവയെല്ലാം എന്തായിരുന്നു? അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു എന്ന് അബുൽ ഫസൽ തന്റെ പുസ്തകമായ ഐനി അക്ബരി ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. ഐനി അക്ബരി ആരുടേതാണ്? അബുൽ ഫസലിൻ്റെതാണ്. ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുക്കുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തെ പറ്റി അബുൽ ഫസൽ. അപ്പൊ ആരാണ് അബുൽ ഫസൽ എന്നറിയണ്ടേ? എന്താണ്? മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അദ്ദേഹം. അപ്പൊ ഏതാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ? ഐനി അക്ബരിയും അക്ബർനാമയും. അക്ബർനാമ അക്ബറിന്റെ ജീവചരിത്രമാണ്. അതിന് ഐനി അക്ബരി അബുൽ ഫസൽ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അപ്പൊ അബുൽ ഫസലിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഐനി അക്ബരിയും അക്ബർനാമയുമാണ്. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്ത് പ്രധാന നഗരങ്ങളായിരുന്നു ധാക്കയുണ്ട്, മുർഷിദാബാദ് ഉണ്ട്, സൂറത്ത് ഉണ്ട്, ലാഹോർ ഉണ്ട്, ആഗ്രയുണ്ട്. ഇതൊക്കെ എവിടെയായിരുന്നു നമുക്ക് നോക്കിയാലോ. ധാക്ക എവിടെയാണ്? ധാക്ക എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. മുർഷിദാബാദ് ഇന്ത്യയിൽ തന്നെയായിരുന്നു. ലാഹോർ എവിടെയായിരിക്കും? ലാഹോർ നമുക്കറിയാം, അതിപ്പോ എവിടെയാണ്? പാകിസ്ഥാൻ, ഇന്നത്തെ രാജ്യമാണ് ചോദിക്കുന്നത്. ഇനി സൂറത്ത് എവിടെയാണ്? സൂറത്തും ഇന്ത്യയിലാണ്. ആഗ്ര എവിടെയാണ്? ആഗ്രയും ഇന്ത്യയിലാണ്. അപ്പൊ ധാക്ക ബംഗ്ലാദേശ്, ലാഹോർ പാകിസ്ഥാൻ. ബാക്കി മൂന്നും എവിടെയാണ്? ഇന്ത്യയിൽ തന്നെയുള്ള സ്ഥലങ്ങളായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ധാക്ക ബംഗ്ലാദേശ്, മുർഷിദാബാദ് ഇന്ത്യയാണ്, ലാഹോർ പാകിസ്ഥാനാണ്, സൂറത്തും ആഗ്രയും ഇന്ത്യയിലാണ്. നെക്സ്റ്റ് അവിടുത്തെ സാംസ്കാരിക സമന്വയമാണ് പറയുന്നത്. ജസ്റ്റ് ഒരു പിക്ചർ തന്നിട്ടുണ്ട്.
റാസ്നാമ. റസ്നാമ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് റസ്നാമ എന്ന് നമുക്ക് നോക്കാം. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ റാസ്നാമ എന്ന് പറയുമ്പോൾ എന്താണത്? മഹാഭാരത കഥയാണ്. പേർഷ്യയിലേക്ക് വിവർത്തനം ചെയ്ത മഹാഭാരത കഥയാണ്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാ ഷുഖോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. ആരാണ്? ചോദിക്കാം, ആരാണ് മഹാഭാരത കഥ പേർഷ്യയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ദാരാ ഷുഖോ. ആരാണ് അദ്ദേഹം? ഷാജഹാന്റെ മകനായിരുന്നു. മുഗൾ വംശജർ ഇന്ത്യൻ സാംസ്കാരികവുമായി കൂടിച്ചേർന്നതിന് ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നോക്കിക്കേ. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ചെങ്കോട്ട എന്താണ്? ഇൻഡോ പേർഷ്യൻ സ്റ്റൈലാണെന്ന് നമ്മൾ പറഞ്ഞു. പേർഷ്യൻ അതേപോലെ തന്നെ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്നൊരു പുതിയ ഭാഷയാണ് എന്ത്? ഉറുദു. അപ്പൊ ഉറുദു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പേർഷ്യയും അതേപോലെ ഹിന്ദി ഭാഷയും കൂടിച്ചേർന്നാണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ്. അതേ താജ്മഹൽ കാണുന്നത് എന്താണ്? ആഗ്ര ഫോർട്ടാണ്. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ മുഗളന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. അപ്പൊ മുഗളന്മാരുടെ നമ്മൾ ആരൊക്കെ പറഞ്ഞു? അക്ബർ, ഹുമയൂൺ, ബാബർ, ഹുമയൂൺ, അക്ബർ, പിന്നെ ആരായിരുന്നു? ബാജിസ അല്ലെ, ജഹാംഗീർ ഉണ്ട്, പിന്നെ ആരാണ്? ഷാജഹാനുണ്ട്, ഔറംഗസേബ് ഉണ്ട്. ഇത്രയും പേരുടെ കാലഘട്ടത്തിന് ശേഷം നമ്മൾ അതേ സമയത്ത് ആ സെയിം ടൈമിൽ തന്നെ എന്താണ് അപ്പുറത്തുണ്ടായിരുന്നവർ? ആരാണ്? അല്ലെ, വിജയനഗര സാമ്രാജ്യം, ഹംപിയൊക്കെ വരുന്നത്. അപ്പൊ 1526 നമ്മൾ പഠിക്കുന്നത് അല്ലെ ഈ പറയുന്ന മുഗൾമാരുടെ. അപ്പൊ ഇത് 1565 മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന മുഗൾ രാജവംശത്തെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നോക്കാം നമുക്ക് വിജയനഗരവും ഹംപിയും. വിജയനഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയത്തിന്റെ നഗരം. ഒരേ സമയം നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു അല്ലെ. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് മനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ചോദിക്കാം കേട്ടോ, ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആരാണ്? 1800 കേണൽ മക്കൻസി ആണ്. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. ഓക്കെ, അപ്പൊ 1565 ഇത് രൂപം കൊണ്ടത്. നോക്കാം നമുക്ക് വിജയനഗര സാമ്രാജ്യം. ഇതാണ് വിജയനഗരം. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു അല്ലെ നേരത്തെ വിജയനഗരം ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും ഈ പറയുന്ന വിജയനഗരം അന്നുണ്ടായിരുന്നത്? ഇത് കാണുമ്പോൾ നമുക്കറിയാം എന്തുണ്ട്? തമിഴ്നാടുണ്ട്, അതേപോലെ തന്നെ കർണാടകയുണ്ട്, പിന്നെ ഇത് വരാം അല്ലെ, തമിഴ്നാട് വരും, കർണാടക വരും, അതേപോലെ തന്നെ ഇവിടെ ആന്ധ്രാപ്രദേശ് ഉണ്ട്. അപ്പൊ ഇവിടെ എഴുതി വെക്കാവേ ഞാൻ. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അതേപോലെ ഇവിടെ ഗോവയുടെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. ഗോവയുണ്ട്, അതേപോലെ ഇന്നത്തെ തെലുങ്കാന, അതേപോലെ മഹാരാഷ്ട്ര. ഇവിടെയൊക്കെയായിരുന്നു എന്താ ഈ വിജയനഗര സാമ്രാജ്യം എന്ത് ചെയ്തിരുന്നത്? വ്യാപിച്ചു കിടന്നിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് അതിന്റെ പ്രത്യേകതകള്. അതാണ് ഇപ്പൊ ഇന്നത്തെ സംസ്ഥാനങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി നോക്കിക്കേ ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പൊ നോക്കിക്കേ അപ്പൊ ഏതൊക്കെ വരാം. അതേപോലെ തന്നെ കേരളത്തിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഇല്ലേ, അപ്പൊ ഏതൊക്കെ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും? കർണാടക പറയാം, തമിഴ്നാട് പറയാം, ആന്ധ്ര പറയാം, പിന്നെ ഏതാണ്? കേരളത്തിന്റെ കുറച്ച് ഭാഗമേ ഉള്ളൂ, കേരളം പറയാം, ഗോവ പറയാം, അതേപോലെ മഹാരാഷ്ട്ര. ഇതൊക്കെയായിരുന്നു ആ ഇന്നത്തെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യം ഇതേപോലെ തന്നെ 4 രാജവംശങ്ങളായിട്ടാണ് വന്നിരുന്നത്. നോക്കിക്കേ, അതിൽ ഫസ്റ്റ് വണ്ണാണ് സംഗമ രാജവംശം. ഓക്കെ, അപ്പൊ വിജയനഗരം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഹരിഹരനും ബുക്കനുമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടത്. സംഗമ രാജവംശക്കാരാണ് അവര്. എന്താണ്? ഹരിഹരനും ബുക്കനും. അവരാണ് 1336 വിജയനഗരം സ്ഥാപിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായിരുന്ന രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണ്? 1509 to 1529 ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണദേവരായർ ഏത് വംശവും
വംശവുമായിട്ടാണ്. അദ്ദേഹം ഏതാണ്? തുളുവ വംശമാണ്. ചോദിച്ചിട്ടുണ്ട്. സംഗമ സാലുവ തുളുവ അരവിടു. എന്താണ്? സംഗമ സാലുവ തുളുവ അരവിടു. ഇതാണ് ഓർഡർ. അതിൽ ആദ്യം സംഗമത്തിലാണ് ആര് വരുന്നത്? ഹരിഹരനും ബുക്കനും. രണ്ടുപേരുടെ സംഘമാണെന്ന് ഓർത്തിരിക്കുക. സാലുവ നരസിംഹ സാലുവ. തുളുവയിൽ ആരൊക്കെയാണ്? വീര നരസിംഹനും കൃഷ്ണദേവരായരും. നെക്സ്റ്റ് വരുന്ന അരവിടു വംശമാണ്. തിരുമലയും വെങ്കിടാവണ്ണും. നോക്കിക്കേ, കൃഷ്ണദേവരായരെ പറ്റി അന്നത്തെ യൂറോപ്യൻ സഞ്ചാരിയായിരുന്ന ബാർബോസ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവും ഇല്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ ഖിരാതെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ബാർബോസ എന്ന് പറയുന്ന പോർച്ചുഗീസ് സഞ്ചാരി ആരെ പറ്റി പറഞ്ഞതാണ്? കൃഷ്ണദേവരായരെ പറ്റി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, ഏറ്റവും ശക്തനായ ഭരണാധികാരി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ബാർബോസയാണ്. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരി, അപ്പൊ ചോദിക്കാം, വിജയനഗര സാമ്രാജ്യ തലസ്ഥാനം എവിടെയാണ്? ഹംപിയാണ്. കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. കണ്ട, നമ്മളോട് പറഞ്ഞു, ഏത് മതക്കാരനായിക്കോട്ടെ അവന്റെ മതത്തെ, അവന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് ആരാണ്? നമ്മുടെ പോർച്ചുഗീസ് സഞ്ചാരി ബാർബോസ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം എന്താണ്? മാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കാം, ഈ പറയുന്ന രണ്ട് കൃതികൾ ആരാണ്? നമ്മുടെ കൃഷ്ണദേവരായറാണ്. അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കാം. ഈ കൃഷ്ണദേവരായറാണ് നമ്മുടെ എന്തെന്നറിയപ്പെടുന്നത്? അഭിനവ ഭോജൻ, ആന്ധ്രാഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അഭിനവ ഭോജൻ എന്നറിയപ്പെടുന്നത് ആര്? ആന്ധ്രാഭോജൻ എന്നറിയപ്പെടുന്ന ആരെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? നമ്മുടെ കൃഷ്ണദേവരായറാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രണ്ട് കൃതികളാണ് അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ ആരുടേതാണ്? കൃഷ്ണദേവരായരുടേതാണ്. നമ്മുടെ കലാ സാംസ്കാരികം അതിലൊക്കെ കയറി ചോദിക്കാം ഈ പറയുന്നത്. അമുക്തമാല്യത, ജാമ്പവതി കല്യാണം കൃഷ്ണദേവരായറാണ്. ഇനി അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പറയപ്പെടുന്ന പണ്ഡിതർ, ഇതും ചോദിച്ചിട്ടുണ്ട്. അഷ്ടദിഗ്ഗജങ്ങൾ ആരുടെ സദസ്സിലെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടേതാണ്? കൃഷ്ണദേവരായരുടെ സദസ്സിലെ അംഗങ്ങളായിരുന്നു. ഇനി അതേപോലെ തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മള് എന്തായിരുന്നു? മുഗൾ ഭരണകാലത്തിൽ നമ്മൾ പറഞ്ഞു ഗ്രാമങ്ങളുണ്ട്, പർഖാനകളുണ്ട്, സർക്കാരുകളുണ്ട്, സൂബയുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വിജയനഗരത്തിലേക്ക് വന്നപ്പോഴേക്കും അവിടെ എന്താണുള്ളത്? ഭരണ സൗകര്യത്തിനായി ആദ്യം എന്താണ് ഉണ്ടോ? ഈ പറയുന്ന മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ. അതിനുശേഷം എന്താണ്? നാടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമുണ്ട് സ്ഥലമുണ്ട്. ഓക്കെ, ഏതാണ് ഇവിടെ? എന്ത് വരും? മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ വരും. നെക്സ്റ്റ് വരുന്നത് നാടുകൾ അഥവാ ജില്ലകൾ വരും. നെക്സ്റ്റ് വരുന്നത് സ്ഥലം അഥവാ ഉപജില്ലകൾ. ലാസ്റ്റ് എന്താണ്? ഗ്രാമങ്ങൾ എന്നിങ്ങനെയാണ് ഇവരിവിടെ വർഗീകരിച്ചിരിക്കുന്നത്. നമ്മള് മുഗൾ സാമ്രാജ്യം പഠിച്ചപ്പോ എന്ത് പഠിച്ചു? ഇവിടെ ഗ്രാമമുണ്ട്, ഇവിടെ എന്തുണ്ട്? പർഖാനയുണ്ട്. ഇവിടെ എന്തായിരുന്നു? സർക്കാരാണ്. ഇവിടെ എന്തുണ്ട്? സുബയുണ്ട്. സെയിം കൺസെപ്റ്റിൽ ഇവിടെ വരുമ്പോൾ എന്താണ്? മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെയാണ്. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭയുണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനും ഉണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകളാണ്. നോക്കിക്കേ, വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികളാണ് അമരനായക സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ എന്ത് പറഞ്ഞു? മൻസബ്ദാരി സിസ്റ്റം, സൈനികരെ വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? അമരനായകരാണ്.
രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടെയും എന്തായിരുന്നു, മുഗൾ കാലഘട്ടത്തും നമ്മൾ എന്ത് ചെയ്യേണ്ട, മൻസബ്, നമ്മുടെ കീഴിലുള്ള കുതിരപ്പടയാളികളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടിയിരുന്നു, ഭൂമി കിട്ടിയിരുന്നു. ആ ഭൂമിയിലെ നികുതി പിരിച്ചാണ് നമ്മൾ അവരെ പോറ്റിയിരുന്നത് അല്ലെ. ഇവിടെ എന്താണ്, ഇവർക്ക് ഓരോ പ്രദേശം കൊടുത്തിരുന്നു. ആ പ്രദേശം അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് അമര എന്നാണ്. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. മൻസബുകൾ ഭരിച്ചാരായിരുന്നു മൻസബ്ദാരികള്. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അവിടെ മൻസബ്ദാരികൾക്ക് നമ്മൾ നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തു. ആ തുക എന്ത് ചെയ്യണം, നമുക്ക് ഇവരെ നിലനിർത്താനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പറയുന്ന അമരനായകര് ഈ നികുതിയിൽ നിന്ന് ഒരു നിശ്ചിത തുക ആർക്ക് കൊടുക്കണം, രാജാവിനും കൊടുക്കണം. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയാണ് അമരനായക സംവിധാനം. മൻസബ്ദാരി സംവിധാനവും അമരനായക സംവിധാനവും രണ്ടും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പൊ പറഞ്ഞു തന്നത്. അതങ്ങനെ തന്നെ പഠിക്കണം. എങ്ങനെ വേണമെങ്കിലും അത് കയറി പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് പറ്റും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, മുകളിൽ സുബാ സർക്കാർ, പർഖാന, ഗ്രാമം പറഞ്ഞു. ഇപ്പുറത്ത് എന്ത് പറഞ്ഞു, മണ്ഡലങ്ങള്, നാടുകള്, സ്ഥലം, അതേപോലെ ഗ്രാമം പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്, അമരനായകന്മാരും മൻസബ്ദാരികളും. മൻസബ്ദാരിയിൽ എന്തായിരുന്നു പറയുന്നത്, മൻസബുകളും അവർക്ക് നികുതി പിരിക്കും, അവര് ഭരിക്കും. ആ സിസ്റ്റം അറിയപ്പെടുന്ന പേര് മൻസബ്ദാരി. ഇവിടെ എന്താണ്, അമര എന്ന് പറയുന്ന ഒരു ഭൂമി കൊടുക്കും, അവിടുത്തെ നികുതി പിരിക്കും. ആ നികുതിയുടെ ഒരു ഭാഗം രാജാവിന് കൊടുക്കണം. ആ നികുതി എമൗണ്ട് വെച്ചിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിനെയാണ് അമരനായക സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, സാമൂഹിക സാമ്പത്തിക സ്ഥിതിയാണ്. വിവിധ ജാതിമത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്യം. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ എന്ത് ചെയ്തിരുന്നു, കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയവയിലാണ് ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാരിത്വം നിലനിന്നിരുന്നു. അതേപോലെ ശൈശവ വിവാഹവും സതീ സമ്പ്രദായവും എല്ലാം ഈ സമൂഹത്തിലുണ്ടായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യ കല്ലുകളും മരതങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ആരാണ് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ഡൊമിംഗോ പയസ്? പേര് പഠിച്ചു വെക്കുക. ഡൊമിംഗോ പയസ് പറഞ്ഞതാണ് ഈ തന്നിരിക്കുന്നത്. വിജയനഗരമാണ് അദ്ദേഹം സന്ദർശിച്ചത്. മുഗൾ കാലഘട്ടത്തെ ടവർണിയർ പറഞ്ഞു, റാൽഫിച്ച് പറഞ്ഞു അല്ലെ. അക്കൂട്ടത്തിലേക്ക് നിങ്ങൾ വിജയനഗരവുമായിട്ട് ബന്ധപ്പെടുത്തിയും പഠിച്ചു വെക്കുക. വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടി അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതികളുണ്ട്, വീട്ടുനികുതിയുണ്ട്, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകളുണ്ട്, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന മാർഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ തന്നെ അന്നും അവർക്ക് എന്തായിരുന്നു, പല പല നികുതികളായിരുന്നു. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിലേക്ക് എത്തിച്ചേർന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായി വിദേശ വ്യാപാരത്തിന്റെ കുത്തകയുണ്ടായിരുന്നു. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടത്തിയിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെടുന്ന പ്രാദേശിക കച്ചവടക്കാരാണ് കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിച്ചു. ഇനി അവിടുത്തെ സംസ്കാരികത്തെ പറ്റി പറയുന്നതാണ്. ഇത് ഹസാര ക്ഷേത്രം, ഹംപിയിലെ ഹസാര ക്ഷേത്രമാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബിത്തല സ്വാമി ക്ഷേത്രം. അതും എവിടെയാണ്? ഹംപിയാണ്. പഠിച്ചു വെക്കണേ. ഹസാര ക്ഷേത്രം എവിടെയാണ്? ചിലപ്പോൾ ചോദിക്കാം. താഴെ ഏത് സംസ്ഥാനത്തിലാണ് ഹസാര ക്ഷേത്രം എന്ന്. എവിടെയായിരിക്കും? ഹംപിയിലാണ്. ഹംപി എന്ന് പറയുന്നത് കർണാടകയിലായിരുന്നു. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു.
വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടാക്കി. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് നമ്മൾ മുഗളന്മാർ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഇൻഡോ പേർഷ്യൻ ആണ്. ഇവിടെ എന്താണ്? ദ്രാവിഡമാണ്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ പ്രധാന സവിശേഷത. കണ്ട, ലോട്ടസ് മഹൽ എവിടെയാണ്? ഹംപി. വിരൂപാക്ഷ ക്ഷേത്രം എവിടെയാണ്? ഹംപിയാണ്. സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം വികാസം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലഘട്ടത്താണ്. കേട്ടോ, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ മുഗൾ ഭരണവും വിജയനഗരവും തമ്മിലുള്ള ക്ലാസിഫിക്കേഷനിൽ നമുക്ക് എന്തൊക്കെ പറയാനായിട്ട് പറ്റും? ഇവിടെ എന്തായിരുന്നു? രാജവാഴ്ചയാണ് അല്ലെ, മൊണാർക്കി സിസ്റ്റമാണ്. ഇവിടെയും എന്താണ്? രാജവാഴ്ചയാണ്. പിന്നെ നമുക്കിവിടെ എന്ത് പറയാം? മുഗൾ ഭരണത്തിലെ മൻസബ്ദാരിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിജയനഗരത്തിൽ എന്തായിരിക്കും നമുക്ക് പറയുന്നത്? അമരനായക സമ്പ്രദായമാണ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഉറുദു ആയിരുന്നു അല്ലെ. ഭാഷ നമ്മൾ പറഞ്ഞു, പേർഷ്യയും ഹിന്ദിയും തമ്മിൽ കൂടിച്ചേർന്ന് ഉറുദു ഭാഷ. ഇവിടെ എന്താണ്? ഇവിടെ തെലുങ്കുണ്ട്, അതേപോലെ തന്നെ സംസ്കൃതമൊക്കെ വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ എന്താണ്? പേർഷ്യൻ, ഇൻഡോ പേർഷ്യൻ സ്റ്റൈലായിരുന്നു അല്ലെ. ഇൻഡോ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഇൻഡോ പേർഷ്യൻ ആണ്. ഇവിടെ എന്ത് പറയാം നമുക്ക്? ഇവിടെ നമുക്ക് ദ്രവീഡിയൻ അല്ലെ, ദ്രവീഡിയൻ സിസ്റ്റമാണ്. ഇവിടുത്തെ മുഗൾ ഭരണത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഇടയ്ക്ക് നമ്മൾ ഫത്തേപൂർ സിക്രി പറയുന്നുണ്ട്, അതിനുശേഷം വീണ്ടും ഡൽഹിയിലേക്ക് മാറ്റുന്നുണ്ട്. വിജയനഗരമാണെങ്കിലോ അവിടെയും എന്താണ്? ഹംപിയാണ്. ഓക്കെ, നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. നമുക്ക് നല്ല കഥകളും നമ്മുടെ കാലഘട്ടത്തെ പറ്റിയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാകാനായിട്ട് പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇനി എന്താണ്? ഈ പറയുന്ന മധ്യകാല ഇന്ത്യയിൽ വരുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്നത്തെ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വെക്കുക. തിങ്കളാഴ്ച മുതൽ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ വീണ്ടും ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡെയിലി ബൂസ്റ്റും മോക്ക് ടെസ്റ്റും SCRT ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എങ്കിലും ഒന്ന് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തോ ആയിക്കോട്ടെ, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാനത് സ്വീകരിക്കുന്നതാണ്. എന്ത് പറഞ്ഞാലും ഞാനത് സ്വീകരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങൾക്കത് കമൻ്റായിട്ട് കൂടി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്